കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടാന്ന്. അപ്പോൾ നമുക്കിന്ന് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കി നോക്കാം. ഞണ്ട് 1 കിലോ. ഇനി നമുക്ക് ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഞണ്ട് നല്ലതുപോലെ 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം ഇതിൽ നിറച്ച് മണ്ണൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഈ വലിയ കാലുണ്ടല്ലോ ഞണ്ടിൻ്റെ, അതിങ്ങനെ അടർത്തിയെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കണ്ടോ പൊളിച്ചെടുക്കാൻ പറ്റിയ രീതിയിൽ ഒരെണ്ണമുണ്ടാവും. അത് നമ്മളിങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കാലുകൾ ഇത് ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ കളയാം. പക്ഷേ ഈ ഒരു ചെറിയ കാലിൻ്റെ ഇത്രയും ഭാഗം ഇങ്ങോട്ട് കളഞ്ഞിട്ട് ഇതെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അത് നമുക്കിങ്ങനെ ജ്യൂസി ആയിട്ട് എടുക്കാം ചവച്ച്. അപ്പോൾ ഇതിങ്ങനെ കളഞ്ഞിട്ട് ഇതിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് എടുക്കാം. ഇതും അതുപോലെ കളഞ്ഞ് ഇനി ചെയ്യേണ്ടത് ഇതിങ്ങനെ പൊളിച്ചെടുക്കണം. നമ്മൾ ഈ ഭാഗം ഇതിങ്ങനെ കത്തിയോണ്ട് വേണമെങ്കിൽ അതുകൊണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ പൊളിച്ചാലും മതി. കണ്ടോ, ഇതിൻ്റെ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ പൊന്ന്. ഇതാണ് വളരെ ടേസ്റ്റിയുള്ള സാധനം. ഇത് നമ്മൾ കളയരുത്. ഇനി ഇതിൻ്റെ ഈ പഞ്ഞി പോലെ ഇങ്ങനെ കണ്ടോ, ഈ ചെറിയ അല്ലി പോലെ ഇരിക്കുന്നത്, ഇത് കംപ്ലീറ്റ് നമ്മൾ എടുത്ത് മാറ്റണം. നമുക്കിത് വൃത്തിയായി കിട്ടി. ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഇത് വലിയ ഞണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് 2ആക്കി എടുക്കാം. ഇതിപ്പോൾ ചെറിയ മീഡിയം സൈസൊക്കെ ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്യണമെന്നില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഇടാം. ഇനി ഞാൻ ഇതേപോലെ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം കാലെടുക്കാം. ചെറിയ കാലുകൾ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അത് കടിച്ചെടുക്കാൻ. ഇതിൻ്റെ ജ്യൂസൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ഭാഗം ഇങ്ങനെ ചിലപ്പോൾ ടൈറ്റായിട്ടിരിക്കും. ഇങ്ങനെ ഉറച്ചിരിക്കുവാണെങ്കിൽ നിങ്ങളൊരു കത്തി കൊണ്ട് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം. പിന്നെ ചെയ്യേണ്ടത് ഇതിനെ പൊളിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ റിമൂവ് ചെയ്യാം. ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ചെറിയ ഞണ്ടായതുകൊണ്ട് വളരെ ഈസി ആട്ടോ ഇത് ചെയ്യാനായിട്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ പൊന്ന് കളയരുത്. ഇതിൻ്റെ നടുക്കുണ്ട് കണ്ടോ, ഇതിൻ്റെ അകത്തുമുണ്ട് ഇതിൻ്റെ പൊന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പൊന്ന് ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നമുക്കതിങ്ങനെ ആ ഗ്രേവിയും, അല്ലെങ്കിൽ ഇത് ശരിക്കും അങ്ങോട്ട് കളറായിട്ടില്ല പൊന്നിൻ്റെ, ശരിക്കും നല്ല ഓറഞ്ച് കളർ അല്ലെങ്കിൽ റെഡ് കളറായിട്ട് വരും. ഇതിപ്പോൾ ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കാല് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഞണ്ടിൻ്റെ ആദ്യം തന്നെ ഊരിയെടുത്ത വലിയ കാലാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫിഷ് കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ പോയി. ഇനി വലിയ ഞണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള സാധനം കൊണ്ടൊന്ന് കുത്തിയാൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുള്ള് പോലെ ഇരിക്കുന്ന ഭാഗം കണ്ടോ, ഈ മുള്ള് പോലെ ഇരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കളയുന്നുണ്ടെങ്കിൽ ഫിഷ് കട്ടർ കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് വെച്ചിട്ട് ഒരു കല്ല് കൊണ്ടോ എന്തെങ്കിലും വെയിറ്റ് കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾക്ക് ഇത് ഉടഞ്ഞ് കിട്ടും ഇങ്ങനെ. ഇനി ഞാൻ ഒരെണ്ണം കൂടെ അതുപോലെ കാണിക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കാലിൻ്റെ അറ്റം ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുള്ളു പോലത്തെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചതച്ചു കൊടുത്താൽ മതി.
കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തത് 1 കിലോ. 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത്. പച്ചമുളക് ഒരു 6 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ആവശ്യത്തിന് കറിവേപ്പില. ആവശ്യത്തിന് ഉപ്പ്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി 2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ. 1 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അത് നമുക്ക് ചൂടായ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, വേപ്പില, ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ സവാളയൊക്കെ വേഗം നമുക്ക് മുരിഞ്ഞ് കിട്ടും. അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി വേണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഉള്ളി കൂടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. അതുകൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പില എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി എന്താണ് ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി ഇട്ടാൽ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇടുന്നത്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഗരം മസാല ഇടാം. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം ഇത് വേവിക്കാം. ഈ തക്കാളിയൊക്കെ ശരിക്കും ഉടഞ്ഞ് ഈ മസാലയിലൊക്കെ ആവുന്നത് വരെ നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം.
ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവാണ്, നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ ഓർക്കണം കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ക്രാബിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ വെന്ത് വന്നപ്പോൾ ക്രാബിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഗ്രേവി വേണമെന്ന ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ല ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പസമയം കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നിങ്ങളിത് വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് അടിയിൽ പിടിക്കും. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതല്ലേ. ഇപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിനി ഗ്രേവി വേണം എന്നുള്ളവർക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഗ്രേവി ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മളുടെ വെള്ളമെല്ലാം വറ്റി, ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. ഞണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമെല്ലാം വറ്റി നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ ക്രാബ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.